സാഹിതി. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത് എന്തിനെക്കുറിച്ചാണ്? കാവ്യ മുക്താവലി. ആ പാഠഭാഗത്ത് പഠിക്കാനുള്ളതാണ് എന്ത്? പഞ്ചമഹാകാവ്യങ്ങൾ. ഏതൊക്കെയാണ്? പഞ്ചമഹാകാവ്യങ്ങൾ. പഞ്ചമഹാകാവ്യങ്ങളും ഈ ഒരു ഏകകത്തിൽ, സാഹിതി എന്ന് പറയുന്ന ഏകകത്തിൽ നമ്മൾ പഠിക്കാനുള്ളത് പഞ്ചമഹാകാവ്യങ്ങളിലെ ഓരോ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അഭിജ്ഞാന ശാകുന്തളം എഴുതിയതാരാണ്? കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് ശ്ലോകങ്ങൾ, 4 പ്രധാനപ്പെട്ട സർഗത്തിലെ 4-ാം സർഗത്തിലെ കുറച്ച് 4 ശ്ലോകങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ കാവ്യമുക്താവലി. അപ്പോൾ നമ്മളെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഞ്ചമഹാകാവ്യങ്ങൾ: കുമാരസംഭവം, രഘുവംശം, കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. കുമാരസംഭവം, രഘുവംശം, കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. നമ്മൾ മറന്നു പോകാണ്ടിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കൂക്കി RSN അങ്ങനെ പഠിച്ചു വെച്ച് നോക്കിയേ. കൂക്കി RSN അതൊരു എളുപ്പ വഴിയാട്ടോ, നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക. കൂക്കി RSN എന്ന് വെച്ചാൽ എന്താണ്? കുമാരസംഭവം എന്ന് ഓർത്ത് നോക്കിയേ. കുമാരസംഭവം. കിരാതാർജുനീയം. രഘുവംശം. എന്താണ്? ശിശുപാലവധം. നൈഷധീയ ചരിതം. അപ്പോൾ നമ്മളോട് അത് മാറിപ്പോവില്ല. കൂക്കി RSN അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കിട്ടുമോ നോക്കിയേ. കൂക്കി RSN നോക്കാണ്ട് പറഞ്ഞു നോക്കാൻ പറ്റുമോ നോക്കിയേ. എന്താണ്? കുമാര സംഭവം. കിരാതാർജുനീയം. എന്താണ്? രഘുവംശം. എന്താണ്? ശിശുപാലവധം. നൈഷധീയ ചരിതം. അപ്പോൾ കാവ്യമുക്താവലിയിൽ ഇപ്പോൾ കുമാരസംഭവം എന്താണ്? മഹാകവിയായിട്ടുള്ള കാളിദാസന്റെ എന്താണ് കാവ്യമാണ് ഏത്? കുമാരസംഭവം. അപ്പോൾ മഹാകവി കാളിദാസനെ എന്താണ് പറയുന്നത്? കവി കുലഗുരു. ആരാണ്? കാളിദാസൻ. കവി കുലഗുരു ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ആരെയാണ്? കാണുന്നത് ആരെയാണ്? കാളിദാസനെ. വേറൊന്ന് പറയാം, ഉപമാ കാളിദാസസ്യ. ഉപമ അല്ലേ? ഉപമാ അലങ്കാരം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ളത് അതിനെ പറയുന്നത് തന്നെ എങ്ങനെയാണ്? ഉപമാ കാളിദാസസ്യ. അതുപോലെയാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന് 3 നാടകങ്ങളുണ്ട്, മഹാകാവ്യങ്ങളുണ്ട്, പിന്നെയോ 2 ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ ഒരു മഹാകാവ്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്ത്? കുമാരസംഭവം. അതിൽ പാർവതി പരമേശ്വരൻ. പാർവതി എന്ന് പറഞ്ഞാൽ ആരാണ്? പാർവതിയും പരമേശ്വരൻ ശിവനും. പാർവതിയുടെയും ശിവന്റെയും വിവാഹാനന്തരം, വിവാഹവും അതുമാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. വിവാഹ പര്യന്ത കഥയാണ് ഇതിൽ കാണിക്കുന്നത്. കാളിദാസൻ ഈ കുമാരസംഭവത്തിൽ പറയുന്നത്. കുമാരൻ ആരായിരുന്നു? സുബ്രഹ്മണ്യൻ. കുമാരസംഭവേ ഷഡ്സർഗോ ഗൗരി പരിണേതും ഇച്ഛോ ശംഭോഹോ ദൗത്യേന സപ്തർഷേഹ ഹിമവന്തം പ്രാപു. അപ്പം കുമാരസംഭവത്തിൻ്റെ ഇതിവൃത്തായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ശ്ലോകത്തിൽ പഠിക്കാനുള്ളത്, ശിവന്റെ ആഗ്രഹപ്രകാരം സപ്തർഷികൾ എന്താണ് പാർവതി ദേവിയുടെ അച്ഛനായ ഹിമവാന്റെ അടുത്ത് പോയിട്ട് ദേവിയെ ശിവന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഇതാണ്. അപ്പോൾ പാർവതി ദേവിക്ക് ഉണ്ടാവുന്ന ഒരു നാണമൊക്കെയാണ് ഇതിനകത്ത് എന്താണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാലോ അല്ലേ, ഒരു കല്യാണ ആലോചനയെ പെണ്ണ് കാണാൻ പോകുന്ന രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെണ്ണിന് ഉണ്ടാവുന്ന ചെറിയ നാണവും അച്ഛൻ്റെ പുറകിലേക്ക് ഒളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചേച്ചിമാരെയൊക്കെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്ദർഭമൊക്കെ. ഇപ്പം അതൊക്കെ ട്രെൻഡാണല്ലോ, നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ? ഏവം വാദിനി ദേവർഷേ പാർശ്വേ പിതുരധോമുഖി ലീലാ കമലപത്രാണി ഗണയാമാസ പാർവതി. അപ്പോൾ ആ ഒരു രംഗത്തുണ്ടാവുന്ന രംഗങ്ങളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നീടുള്ളത് രഘുവംശാണ്. രഘുവംശത്തിൽ
സൂര്യവംശപ്രസൂതേ ദിലീപാദാരഭ്യ അഗ്നിവർണ്ണ പര്യന്താനാം രഘുവംശസ്യ പ്രമേഹ. അപ്പോൾ ദിലീപനെ തൊട്ട് അഗ്നിവർണ്ണ പര്യന്തം രഘുവംശം, രഘുവിൻ്റെ വംശം. അപ്പോൾ ആ ഒരു കഥയാണ്. രഘുവംശം ആരുടേതാണ്? ആരെ കുറിച്ചിട്ടുള്ള കഥയാണ് രഘുവംശം? ശ്രീരാമൻ്റെയും പിന്നെയോ സീതാദേവിയുടെ അല്ലേ, ശ്രീരാമൻ്റെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന വേദന, കാട്ടിൽ ഉപേക്ഷിച്ച് വെച്ചാൽ അഗ്നി പരീക്ഷയ്ക്ക് ശേഷം സീതയെ ആശ്രമത്തിലാക്കുകയാണ് അല്ലേ. നമ്മൾ ശ്രീരാമൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്ന ആ ഒരു രംഗമാണ്. പക്ഷേ ലോകാപവാദം ഭയന്നിട്ടാണ് അല്ലേ, ജനങ്ങൾ അപവാദം പറയുന്നത് അത് ഭയന്നിട്ടാണ് സീതാദേവിയെ, ശ്രീരാമൻ ഗർഭിണിയായ സീതാദേവിയെ കാട്ടിലേക്ക് ആശ്രമത്തിൽ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സീതാദേവിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളാണ് ഈ രംഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് രഘുവംശത്തിലെ ശ്ലോകം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കിരാതാർജുനിയാണ്. കിരാതാർജുനീയത്തിലെ ഭാരവിയുടേതാണ് എന്ത് കിരാതാർജുനീയം. രഘുവംശവും കുമാരസംഭവവും ആരുടെ? കാളിദാസൻ്റെതും. കിരാതാർജുനീയം ആരുടേതാണ്? ഭാരവിയുടെ. ഭാരവേർ ഉപമാ കാളിദാസസ്യ ഭാരവേരർത്ഥ ഗൗരവം. ആ ഒരു വരി നിങ്ങൾ നോക്കി വയ്ക്കണേ. ഉപമ കാളിദാസൻ്റെയും ഭാരവിയുടെ അർത്ഥഗൗരവമാണ് കാവ്യങ്ങളിൽ പ്രതിഫലിച്ച് കാണുന്നത് കേട്ടോ. 18 സർഗങ്ങളുണ്ടെന്നാണ് സർഗങ്ങളാണ് കിരാതാർജുനീയത്തിൽ ഉള്ളത്. ഇതിനകത്ത് ഈ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരുടെ കഥയാണ്? മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് അവർ വനവാസത്തിലാവുകയും ദ്രൗപദി ഈ പാഞ്ചാലിക്ക് ഉണ്ടാവുന്ന വിഷമാണ്. യുധിഷ്ഠിരനോട് സംസാരിക്കുന്ന ഒരു ശ്ലോകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? പാഞ്ചാലി ചോദിക്കുകയാണ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടു അല്ലേ, അവരോട് പ്രതികാരം ചെയ്യാതെ എങ്ങനെ ഇരിക്കുന്നത് എന്താണ്? ഇപ്പോൾ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരോട് ചില സമയത്ത് ചോദിക്കൂലേ, നിങ്ങൾ എന്ത് ഇരിക്കുന്നതെന്ന് ചോദിക്കൂലേ. ചില നേരം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പം ദേഷ്യം വരൂലേ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ. ഈ കിരാതാർജുനീയത്തിൽ ഈ ഒരു രംഗാണ് കൊടുത്തിരിക്കുന്നത്. ദേഷ്യം പിടിച്ച രംഗമൊക്കെ കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ശിശുപാലവധത്തിൽ മാഘനാണ് ശിശുപാലവധം എഴുതിയത്. ശിശുപാലവധത്തിലും ഇതേപോലെ തന്നെ മാഘം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശിശുപാലവധത്തിന് വേറൊരു പേര് എന്താണ്? നമ്മൾ മാഘൻ എഴുതിയത് കൊണ്ട്. അപ്പം അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ശ്രീകൃഷ്ണൻ ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്ന രംഗമാണ് രംഗമാണ് പ്രമേയമായിട്ടുള്ളത്. ഇതിനകത്ത് പക്ഷേ ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ ശിശുപാലവധത്തിനായിട്ട് ഈ ഒരു യുദ്ധസമയത്ത് നമ്മൾ ശിശുപാലനെ വധിക്കുന്ന അതിനായിട്ട് തയ്യാറെടുക്കുന്ന ശിശുപാല ഭടന്മാരൊക്കെ നമ്മൾ എന്താണ് യുദ്ധത്തിന് പോകൂലേ. അപ്പം ഏതൊരു കുടുംബത്തിലായാലും എന്താണ് ഭർത്താവ് അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ പിന്നിൽ എന്താണ്? ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും സ്ത്രീ ഉണ്ടാവും. അതേപോലെ സ്ത്രീകളുടെ വിജയത്തിന് പിന്നിൽ പുരുഷന്മാരും ഉണ്ടാവും അല്ലേ. ഈക്വലായിട്ട് പോകണം, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതും എന്താണ്? ശിശുപാലവധത്തിന് ആ ഒരു യുദ്ധ സമയത്ത് ഭടൻ പോകുന്ന സമയത്ത് ഭാര്യ എന്താണ് അത്രയും ഊർജ്ജവതിയായിട്ട് ഭടനെ പറഞ്ഞയക്കുകയും അവള് ഉള്ളിൽ വിഷമം ഉണ്ടാവും അല്ലേ. ഭർത്താവ് യുദ്ധത്തിനാണ് പോകുന്നതും തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള ഒക്കെ ഇത് ആർക്കുണ്ടാവാം? ഭാര്യയ്ക്കുള്ളിലുണ്ടാവും. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കാതെ അവിടെ വള എന്താണ് നിലത്തൂരി വീണതുപോലും ഭൂമിയിൽ പതിച്ചതുപോലും ആ സ്ത്രീ അറിയുന്നില്ല. പക്ഷെ സഹനശക്തിയും എന്താണ് സൗന്ദര്യവും ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ത്രീകളുടെയും ഇച്ഛാശക്തികൾ കേട്ടോ. അപ്പം
നൈഷധീയ ചരിതാണ് ഇനി അടുത്തത്. നൈഷധീയ ചരിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിഷാദ അധിപനായിട്ടുള്ള നളനും ദമയന്തിയും കേട്ടോ. ദമയന്തിയും തമ്മിലുള്ള പ്രണയ സല്ലാപം, പ്രണയ കഥയാണ് ഏതാണ് നൈഷധീയ ചരിതത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാ, നല്ല ആക്റ്റീവ് അല്ലേ അല്ലേ? പിന്നെ എന്താണ് ചെക്കന്മാർ വന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുവോ? ഇല്ല. അതേപോലെ തന്നെ ദമയന്തിയും കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പേര് പറഞ്ഞില്ലേ നിന്നോട് ഞാനും എൻ്റെ പേരും കാര്യമൊന്നും പറഞ്ഞിരൂല, അങ്ങനെയൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തും നോക്കുന്നത് കേട്ടോ. അപ്പോൾ നൈഷധീയ ചരിതം അപ്പോൾ പ്രണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് കൂടിയോ നിങ്ങൾക്ക്? അപ്പോൾ നൈഷധീയ ചരിതം ഇതാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ ആ ചിത്രത്തിലൊക്കെ ദമയന്തിയും നളനും തമ്മിലുള്ള രംഗങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പഞ്ചമഹാകാവ്യങ്ങൾ, അതിലുള്ള ഈ പഞ്ചമഹാകാവ്യങ്ങളിലും സ്ത്രീകളുടെ ഈ ഇതിലൊക്കെയുള്ള ശക്തയായ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം. അപ്പോൾ നമ്മളെ പുരാണത്തിലും അല്ലെങ്കിൽ എല്ലാത്തിലും എന്താണ് സ്ത്രീകൾക്ക് അത് എന്താ പറയണ്ടേ, നല്ലൊരു പദവി കിട്ടിയിരുന്നു അല്ലേ? അവർ നല്ല സഹനശക്തിയുള്ളവരും എന്തിനേയും പ്രതികരിക്കാനുള്ള കഴിവുള്ളവരും ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഈ പഞ്ചമഹാകാവ്യങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദർഭങ്ങളുമാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൽ നിങ്ങളൊന്ന് നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ദി കർമ്മക പ്രയോഗം ഗിരിശായ ഗിരിജാം ഗിരീശം യയാജെ. ഗിരിശായ എന്ന് പറയുന്ന ആരാണ്? ഗിരിശായ ആർക്കാണ്? ശിവൻ. അത് നിങ്ങൾ എഴുതി തന്നെ വെക്കണം കേട്ടോ. ശിവനായിട്ട് എന്താണ്? ഗിരിജ ആരാണ് അവിടെ? ഗിരിജ പാർവതി ദേവി. ഗിരിജ. ഗിരീശം ഈ ഗിരീശം ആരാണ്? ഹിമവാൻ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ അച്ഛന് കേട്ടോ. അപ്പോൾ ശിവനായിക്കൊണ്ട് ശിവന് വേണ്ടിയിട്ട് ഗിരിജയെ ചോദിക്കുകയാണ് ആര്? ഇവിടെ ഈ സപ്തർഷികളിലുള്ള ആള്. സപ്തർഷികൾ ഗിരിജയെ ചോദിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭമാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം നാണത്താലും ഇങ്ങനെ ലീലാ കമല ദളാനി അഗണയത് എന്താണ്? താമര ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആര്? ഇവിടെ പാർവതി. അപ്പൊ ആ ഒരു രംഗമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടോ നിങ്ങള് ഹിമവാനെയും താമര പിടിച്ചിരിക്കുന്ന പാർവതീനെയൊക്കെ. അപ്പോൾ ഇതിലെ അപ്രധാന കർമ്മവും പ്രധാന കർമ്മവും. അപ്പോൾ ഇവിടെ ഗിരിശായ ഗിരിജാം ഗിരീശം യയാജെ ആ ഒരു മൂന്ന് വാക്ക് ഗിരിശായ ഗിരിജാം ഗിരീശം അതൊന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ പ്രധാന കർമ്മം ഏതാണെന്ന് ചോദിക്കും, അപ്രധാന കർമ്മം ഏതാണെന്നും ചോദിക്കും. അപ്പൊ പ്രധാന കർമ്മം ഗിരിജ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെയാണ്? പാർവതി, ഉമ, പാർവതി ദേവിയെ ചോദിക്കുകയാണ്. പ്രധാന കർമ്മം അവിടെ എന്താണ്? പാർവതി ദേവിയാണ്. അപ്പോൾ ഗിരിജ. അപ്രധാന കർമ്മം ഗിരീശം. എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ശിവന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗിരീശനും ഗിരീശനും. അപ്പൊ അപ്രധാന കർമ്മമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗിരീശം കേട്ടോ, അച്ഛനെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി, അത് എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പൊ അത് കണ്ടപ്പോൾ പറഞ്ഞു എന്നേയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. പിതുഹു പാർശ്വേ കാ സ്ഥിതവതി. അപ്പോൾ അച്ഛൻ്റെ സമീപം പിതുഹു പാർശ്വേ കാ സ്ഥിതവതി ആരാണ് നിൽക്കുന്നത്? ദമയന്തി ആണോ? ആരാണ്? പാർവതി അല്ലേ? പാർവതി ദേവിയാണ് അവിടെ നിൽക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് പെണ്ണ് ഒഴിക്കാൻ വന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഗിരിശായ, ശിവന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ശിവപാർവതി പരിണയാണ് എന്തിലുള്ള അധിഷ്ഠാനം? കുമാര സംഭവം. പാർവതി കിം ഗണയാമാസ. പാർവതി എന്താണ് എണ്ണുന്നത്? കമല പത്രാണി, താമര ഇതളുകൾ. പാർവതി കസ്യ പാർശ്വേ സ്ഥിതവതി. പാർവതി ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? ആരുടെ അടുത്താണുള്ളത്?
ആരുടെ അടുത്താണ്? പിതുഹു സമീപം. പിന്നെ അടുത്ത് സീതാദേവിയുടെ വിഷമാണ് അല്ലേ, എന്തിനാണ് അല്ലേ, ശ്രീരാമനോട് ചോദിക്കണം അല്ലേ, തന്നെ എന്തിനാണ് ഇങ്ങനെ ഇവിടെ നിർത്തിയത്, ഞാൻ ഇത്രയും എന്താണ് അഗ്നി പരീക്ഷകൾ നേരിട്ടിട്ടും തന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് അല്ലേ ചോദിക്കണം എന്ന് ലക്ഷ്മണനോട് പറയാണ്. ലക്ഷ്മണൻ ഒന്നും പറയാൻ കഴിയുന്നില്ല അല്ലേ. സീതാദേവി ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഗർഭിണിയായ അവസ്ഥയിൽ. ശ്രീരാമ കീദൃശീം സീതാം പരിത്യക്തും നിശ്ചികായ. എന്താണ്, എന്തുകൊണ്ടാണ്? ലോകാപവാദം ഭയന്നിട്ടാണ് അല്ലേ. രാമ കിമത്തം സീതാം പരിത്യക്തവാൻ ലോകാപവാദം ഭീയ. ലോകാപവാദം ഭയന്നിട്ട്. ചിത്തവൃത്തേഹ കീദൃശാഹ ഭവന്തി വിചിത്രരൂപ. ഉപമാ കാളിദാസസ്യ. ആരുടേതാണ് അർത്ഥഗൗരവം? ഭാരവേർ അർത്ഥഗൗരവം. ശിശുപാലവധസ്യ അന്യത് നാമ കിം. ശിശുപാലവധത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? മാഘം. മാഘം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശിശുപാലവധത്തിൻ്റെ മറ്റൊരു പേരാണ് മാഘം. നൈഷധീയ ചരിതസ്യ കർത്താ കഹ. അത് പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ. നൈഷധീയ ചരിതം എഴുതിയതാരാണ്? ശ്രീഹർഷൻ. നിഷാദാധിപഃ കഹ നള. നളന് എന്താണ് വായു, അഗ്നി, വരുണദേവരൊക്കെ ദമയന്തിയോടുള്ള പ്രണയം പറയാൻ വേണ്ടി ഏൽപ്പിച്ച ആളാരാണ്? നളനാണ്. അപ്പോൾ ദൂതനായിട്ട് വിട്ടതാണ്. പക്ഷേ പ്രണയം ആര് തമ്മിലായ അവസാനം? നളനും ദമയന്തി. ഏവം വാദിനി ദേവശോ പാർശ്വേ പിതുരധോമുഖി ലീലാ കമലപത്രാണി ഗണയാമാസ പാർവതി. ആ പാഠം ഓരോ ശ്ലോകമായിട്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. അപ്പം ഇതിൻ്റെ വൃത്തം അനുഷ്ടുപ്പാണ് കേട്ടോ. അനുഷ്ടുപ്പ് വൃത്താണ്. നോക്കാം. പാർവതി കസ്യ പാർശ്വേ ആസീത് പിതുഹു. പാർവതി കിം ഗണയാമാസ ലീല കമല പത്രാണി അല്ലേ. ശ്ലോകാത് ഏകം അവ്യയപദം ഏവം. ശ്ലോകാത് ഏവം ക്രിയാപദം. ഒരു ക്രിയാപദം പറയാൻ പറഞ്ഞാൽ ഗണയാമാസ എണ്ണുക. അടുത്തത് നമുക്ക് സീതാദേവിയുടെ ആ രഘുവംശത്തിലെ അല്ലേ കുറച്ച് ശ്ലോകം നോക്കാം. മധ്വജനാത് സവാച്യം കഹ സീത. എൻ്റെ വാക്കായിട്ട് പറയണം. ആരുടെ വാക്കായിട്ട് പറയണം? സീതാദേവിയുടെ. സ രാജ കഹ. ഏത് രാജാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശ്രീരാമനെ കുറിച്ചാണ് കേട്ടോ. രാമ കിമർത്ഥം സീതാം പരിത്യജതി ലോകാപവാദ ഭിയാ പരിത്യജതി. ഈഹാമഹം വേദന തവകീം ധിയം. അപ്പോൾ ആ ഒരു ശ്ലോകം വെച്ചിട്ടുള്ള അടുത്തത് നോക്കാം കേട്ടോ. കിരാതാർജുനീയത്തിൽ എന്താണ്? ഭാരവിയുടേതാണ്. ഉപമാ കാളിദാസസ്യ ഭാരവേ അർത്ഥഗൗരവം. അപ്പോൾ അതിനകത്തുള്ള ചോദ്യം ചിത്തവൃത്തേഹ കീദൃശ ഭവന്തി വിചിത്ര രൂപ. ഏകം ക്രിയാപദം എഴുതാൻ പറയുന്നുണ്ട്. രുചന്തി. അപ്പം ഇതിൽ നല്ല ദേഷ്യത്തിലാണ് അല്ലേ ആര്? ദ്രൗപദി അല്ലാതെ യുധിഷ്ഠിരൻ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് രാജ്യമൊന്നും പിടിച്ചടക്കണം എന്നൊന്നുമില്ലാതെ മന്ദനായി ഇരിക്കുന്നേരം ആരാണ്? ദ്രൗപദിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്, കത്തിക്കയറുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന രംഗാണ്. അപ്പം അതാണ് അതിൽ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ശിശുപാലവധം, അതിനകത്ത് ആ ഭടൻ്റെ ഏവം വാദിനി ദേവശോ പാർശ്വേ പിതുരധോ മുഖി അന്വയം ലിഖിത. അപ്പോൾ അന്വയം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അന്വയം എഴുതിക്കൊള്ളണം കേട്ടോ. അത് ഓരോ ശ്ലോകത്തിൻ്റെ വേർഡ്സ് തന്നിട്ടുണ്ടാവും. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഇനി ചോദിക്കുന്നത് കുറച്ച് എന്താണ്, ഈ കൃതികളൊക്കെ തന്നിട്ട് നമ്മൾ ഈ പാഠഭാഗം തന്നെ എടുത്തു നോക്കിയാൽ ഇതിനകത്ത് എഴുതിയ ആളുകൾ കൃതി അതേത് വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുമാരസംഭവം ആരാണ് എഴുതിയത്? കാളിദാസൻ. പിന്നെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? മഹാകാവ്യം. രഘുവംശം എഴുതിയതാരാണ്? കാളിദാസൻ. മഹാകാവ്യത്തിൽ പെടുന്നു. ശിശുപാലവധം
ആരാണ് എഴുതിയത്? മാഖനാണ്, മഹാകാവ്യാണ്. നൈഷധീയ ചരിതം ശ്രീഹർഷനാണ്, മഹാകാവ്യാണ്. കിരാതാർജുനീയം ഭാരവി, മഹാകാവ്യാണ്. അഭിജ്ഞാന ശാകുന്തളം നാടകമാണ്, കാളിദാസനാണ് എഴുതിയത്. മഹാഭാരതം വേദവ്യാസനാണ് എഴുതിയത്, അത് ഇതിഹാസ ഗ്രന്ഥമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് കൃതികൾ ഇതൊക്കെ ആരാണ് എഴുതിയതെന്ന് ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പ്രധാന കർമ്മം, അപ്രധാന കർമ്മം, അതൊക്കെയാണ് ഈ പാഠഭാഗത്ത് ചോദിക്കുക. അപ്പോൾ ഇതിൽ ഗിരിജ, ഗിരീശം. അപ്പോൾ എന്താണ്? ഗിരിജയാണ് പ്രധാന കർമ്മം, ഗിരീശം എന്താണ്? അപ്രധാന കർമ്മം. ഉദാഹരണമായിട്ട് വേറെ ഗോപാലഹ ഗാം പയഹ ദോഗ്ധി എന്ന് വെച്ചാൽ പയഹ. അപ്പം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, പ്രധാനം എന്താണ്? മാതാ ഗോതൂമം ചപ്പാത്തിയും പചതി, ഗോതൂമം ഉപയോഗിച്ചിട്ടാണ് എന്ത്? ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ പാഠഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. ഇപ്പം സ്ത്രീകളുടെ പ്രാധാന്യം ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കവികുലഗുരു ആരാണ്? കാളിദാസനാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടേ പോകാവേ. ലഘുത്രയി ബൃഹത്രയി, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. കാളിദാസ പ്രണീതം കാവ്യത്രയം കുമാരസംഭവം രഘുവംശം മേഘദൂതം ച ലഘുത്രയി. ലഘുത്രയിൽ പെടുന്നതാണ് ഇതൊക്കെ? കുമാരസംഭവവും രഘുവംശവും മേഘദൂതവും. ഭാരവിയുടെ കിരാതാർജുനീയവും മാഖന്റെ ശിശുപാലവധവും ശ്രീഹർഷന്റെ നൈഷധീയ ചരിതവുമാണ് കാവ്യത്രയം ബൃഹത്രയി. ബൃഹത്രയി എന്ന് പറയുന്ന ഏതൊക്കെയാണ്? കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം. പിന്നെ ലഘുത്രയി ഏതൊക്കെയാണ്? കുമാരസംഭവം, രഘുവംശം, മേഘദൂതം, കാളിദാസ പ്രണീതം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ.